നിങ്ങൾക്ക് എല്ലാവർക്കും മിസസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കൈമാ റൈസ് വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറാണ്. ഇതിനു മുമ്പ് നമ്മൾ സാധാരണ ചോറ് വയ്ക്കാറുള്ള റൈസ് വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, കൊച്ചി സ്റ്റൈൽ ഇറച്ചിച്ചോറ്. പിന്നെ ബീഫ് എല്ലോടുകൂടിയുള്ള ബീഫ് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നമ്മൾ കുക്കറിലും ഇറച്ചിച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ് വയ്ക്കാറുള്ള റൈസ് വെച്ചിട്ട് തന്നെയാണ് അതും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നിപ്പം നമ്മൾ ബിരിയാണി റൈസ് വെച്ചിട്ടാണ് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നത്. ഇത് മൂന്നും അല്പം വ്യത്യസ്ത ടേസ്റ്റിലുള്ള ഇറച്ചിച്ചോറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഇത് മൂന്നും ട്രൈ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഈ ബീഫ് കുറച്ച് നെയ്യൊക്കെ ഉണ്ട്. പിന്നെ എല്ലോടുകൂടിയുള്ള ബീഫാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലോടുകൂടിയുള്ള ബീഫാകുമ്പം ഒന്നുകൂടി ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഇവിടെ 3 കപ്പ് ചെറിയ റൈസ് എടുത്തിട്ടുണ്ട്. ഇനി നീളമുള്ള റൈസ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. റൈസ് നന്നായിട്ട് കഴുകി ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ ഇതിവിടെ കുതിരാനിരിക്കട്ടെ. ചെറിയ റൈസ് ആയതുകൊണ്ടാണ് നമ്മൾ അരമണിക്കൂർ കുതിരാൻ വെച്ചത്. നീളമുള്ള റൈസ് ആണെങ്കിൽ നമുക്ക് 1 മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കേണ്ടി വരുമേ. നമ്മൾ ബീഫ് വേവിക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ട് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയുടെ കളർ ചെറുതായിട്ട് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് 3 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. വലിയ തക്കാളി ആണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുത്താൽ മതി. മീഡിയം സൈസ് തക്കാളി ആണെങ്കിൽ ഒരു 1.5 തക്കാളിയെങ്കിലും ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ചേർത്ത് കൊടുക്കാം. വീട്ടിൽ പൊടിച്ച കറുകപ്പട്ടയാണിത്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ നന്നായിട്ട് ക്രഷ് ചെയ്ത കുരുമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് ഇത്രയും വേണ്ട, അല്ലെങ്കിൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുരുമുളക് പൊടി ഒഴിവാക്കാം കേട്ടോ. ഇനി ഇതെല്ലാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ചതച്ച പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്യാത്ത മുഴുവനായിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഒരു 3 ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം കൂടി ഒരു 1/2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ കഴുകി വാരി വെച്ച ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലോടുകൂടിയുള്ള ബീഫാണ് കേട്ടോ. അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീഫിന് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇതിനകത്ത് മസാലയൊക്കെ ഒരുവിധം നന്നായിട്ട് പിടിക്കും. അപ്പോൾ നന്നായിട്ടൊന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറച്ചും കൂടെ കൂടും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ആ ഹൈ ഫ്ലെയിമിൽ വെച്ച് 2-3 മിനിറ്റ് ഇതുപോലെ ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല തിളച്ച വെള്ളം ചൂടോടുകൂടിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെയിറ്റ് എല്ലാം ഇട്ടിട്ട് നമ്മൾ സാധാരണ ബീഫ് വേവിക്കുന്ന ടൈം എടുത്ത് തന്നെ വേവിച്ചെടുക്കണം. നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ കുക്കർ അനുസരിച്ച് വേവുന്ന ടൈമിലൊക്കെ വ്യത്യാസം വരും. ഞാൻ ഈ കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം വരാണ്ട് കുറച്ച് വെച്ചിട്ട് ഒരു 12 മിനിറ്റ് വേവിച്ചെടുത്തിരുന്നു. ഇവിടെ ഒരുവിധം നന്നായിട്ട് ബീഫ് വെന്താൽ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരുവിധം നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തു. ഫ്ലെയിം ഓഫ് ചെയ്ത് ആവിയെല്ലാം പോയപ്പോഴാണ് തുറന്ന് നോക്കിയത്. ബീഫെല്ലാം നന്നായിട്ട് വെന്തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബീഫെല്ലാം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. കൂടാതെ ഞാനിടുന്ന പുതിയ വീഡിയോസ് എല്ലാം കണ്ട് റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇറച്ചിയെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇറച്ചി വേവിച്ചത്. കൂടാണ്ട് ഇറച്ചിയിൽ നിന്ന് ഇറങ്ങിയ വെള്ളവും കൂടി ആയിട്ട് ഏതാണ്ട് 1.5 കപ്പോളം വെള്ളം ഇതിനകത്ത് ഉണ്ടാകും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അളന്ന് നോക്കാം. അപ്പോൾ റൈസ് വേവിക്കാൻ ഏതാണ്ട് ഇരട്ടി വെള്ളത്തിൽ നിന്നും 1/2 കപ്പ് വെള്ളം കുറച്ചാണ് എടുക്കാറ്. നന്നായിട്ട് കുഴഞ്ഞ് വെന്ത് നന്നായിട്ട് കുഴഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ ഇരട്ടി വെള്ളം തന്നെ നമുക്ക് വെക്കേണ്ടി വരും.
അപ്പോൾ 3 കപ്പ് റൈസിന് നമുക്ക് 6 കപ്പ് വെള്ളത്തിൽ നിന്നും 1/2 കപ്പ് വെള്ളം കുറയ്ക്കുമ്പം 5.5 കപ്പ് വെള്ളമായിരിക്കും വേണ്ടത്. അപ്പോൾ നീളമുള്ള റൈസ് ആണെങ്കിലും ഈ സെയിം അളവ് വെള്ളം മതി കേട്ടോ. നമ്മളിവിടെ കുക്കറിൽ വെയിറ്റ് ഇട്ടല്ല കേട്ടോ വേവിക്കുന്നത്, ചെരുവത്തിലൊക്കെ വേവിക്കാറുള്ളത് പോലെ നന്നായിട്ട് അടച്ചുമൂടി മാത്രമാണ് വേവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും അളവ് വെള്ളം എടുത്തത്. അപ്പോൾ ടോട്ടൽ വെള്ളത്തിൻ്റെ അളവാണ് 5.5 കപ്പ് വെള്ളം. 1.5 കപ്പ് വെള്ളം ഓൾറെഡി കുക്കറിൽ ഉണ്ടായത് കാരണം നമ്മൾ ബാക്കി 3 കപ്പ് വെള്ളമാണ് ഇപ്പം നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഇതിൽ വേണ്ട ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ കഴുകി വാരി വെച്ച റൈസും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സോക്ക് ചെയ്ത് വെച്ച റൈസാണ്, അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ടാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ ഒരു 1/4 വേവാകുന്നവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടെ വെള്ളം വറ്റാനുള്ളൂ. ഈ സമയം വരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ചേരുവയും കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് ചെരുവത്തിൽ വയ്ക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. പ്രഷറിലല്ല ഇത് വെന്തിരിക്കുന്നത്. നമ്മൾ കുക്കറിൽ നിന്ന് ഇത് മാറ്റിയില്ല എന്നുള്ളൂ, കുക്കറിൽ തന്നെയാണ് ഇത് വേവിച്ചെന്നുള്ളൂ. ഇനി ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ നേരത്തെ ചേർത്ത കറുവപ്പട്ടയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ക്രഷ് ചെയ്ത കുരുമുളക് വേണമെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരുവിധം നന്നായിട്ട് വെള്ളം വറ്റുന്നത് വരെ ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാനായിട്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പം ഏകദേശം ഒരു 5 മിനിറ്റ് അടച്ചുമൂടി തന്നെ വയ്ക്കാം. എന്നിട്ട് ഇത് തുറന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ റൈസൊക്കെ ഒരുവിധം ഒന്ന് കുക്കായിട്ടുണ്ട്, എന്നാൽ അല്പം കൂടി ഒന്ന് കുക്കാവാനുണ്ട്. ഇനി ഇതൊന്ന് ലെവൽ ചെയ്ത് വെച്ചിട്ട് നമ്മൾ നേരത്തെ കോരി മാറ്റിയ ബീഫ് ഇതിൻ്റെ മുകളിൽ ഒന്ന് നിരത്തി കൊടുക്കാം. നെയ്യ് കുറവുള്ള ബീഫാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതിപ്പോൾ ഒഴിച്ചു കൊടുത്തില്ല, അത്യാവശ്യം നെയ്യുള്ള ബീഫായതുകൊണ്ട്. എന്നിട്ട് വീണ്ടും വളരെ ലോ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് വയ്ക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് നല്ല ജ്യൂസി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്